എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അതാതെ നമ്മുടെ എക്സാംസ്, ക്രിസ്മസ് എക്സാമിന്റെ ഒക്കെ കയ്യിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതും എല്ലാരും ഇപ്പോഴും സമയമുണ്ട് എന്നുള്ള മൂഡിലാണോ ഇരിക്കുന്നത്? അല്ലല്ലോ, അല്ലെന്ന് മിസ് കരുതിക്കോട്ടെ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ റെക്കോർഡഡ് സെക്ഷൻസ് ഒക്കെ നമ്മൾ കണ്ടായിരുന്നല്ലേ? നമ്മൾ ഓരോ ചാപ്റ്ററിനെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം നമ്മൾ പഠിച്ചായിരുന്നു. പക്ഷേ നമ്മളെ പോലെയുള്ള പിള്ളേര്, അല്ലെങ്കിൽ ഇപ്പൊ മിസ്സിനെ പോലെ ഉള്ള പിള്ളേരുണ്ടാവും എന്ന് എനിക്കറിയാം. അതായത് എന്താ, പണ്ട് കാരണവന്മാര് പറയും പയ്യെ തിന്ന പനയും തിന്നാന്ന്, അല്ലേ? അതെന്താ, പതിയെ തിന്നാ മീൻസ് പതിയെ നമുക്ക് വലിയ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നു. പക്ഷെ നമ്മുടെ മുമ്പിൽ സമയമുണ്ടോ? സമയമില്ല. ആൻഡ് ഓൾസോ നമുക്ക് വേറെ കുറെ പരിപാടികൾ ഉണ്ടല്ലേ. അതായത് എന്താ, നമുക്ക് ക്രിസ്മസ് ഉണ്ട്, അതിനു മുമ്പ് എക്സാം ഉണ്ട്, അപ്പൊ അതിന് പഠിക്കണം. ആൻഡ് ഓൾസോ ഒരു സബ്ജക്റ്റ് അല്ല, കുറെ സബ്ജക്റ്റ് ഉണ്ടല്ലേ നിങ്ങൾക്ക്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. എൻ്റെ അമ്മയെ കേൾക്കുമ്പോൾ തന്നെ മിസ്സിന് തന്നെ തലക്ക് ഭ്രാന്ത് പിടിക്കുക. ഈ ഒരു ഫിസിക്സ് തന്നെ മിസ്സിന് പറ്റാത്ത പോലെ ഇടയ്ക്ക് മിസ്സിന് തോന്നിയിട്ടുണ്ടായിരുന്നു പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. പക്ഷെ നിങ്ങളതും പറഞ്ഞ് ബാക്കിലേക്ക് പോകോ? ഇല്ലല്ലോ. നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നമുക്ക് ഫുൾ മാർക്ക്, ഫുൾ A+ മേടിക്കാനാണല്ലേ നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെടുന്നുണ്ടാവുക. അതെ, ആ കഷ്ടപ്പാട് മിസ് ഇത്തിരി ഈസി ആക്കാനാണ് വന്നേക്കുന്നത്. അതായത് നമ്മൾ എന്താ, ഈ 100 ചാപ്റ്റർ അങ്ങനെ കണ്ടിന്യൂസ് ഫുൾ അങ്ങോട്ട് പഠിക്കുന്നു. എല്ലാവരും റെഡി അല്ലേ? അതായത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസും അത് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും മിസ് പറയുന്നു. ജസ്റ്റ് ദാറ്റ്സ് ഓൾ. അത് കേട്ട എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് അത് പഠിക്കാനും പറ്റും. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ അതിന് റെഡി അല്ലേ? എല്ലാവരും റെഡി ആണല്ലോ? റെഡി ആണ് മിസ് അങ്ങനെ കരുതുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഏത് ചാപ്റ്ററാ പഠിക്കാൻ പോകണമെന്ന് അറിയോ? നമ്മുടെ ക്ലാസ് 10th ഫസ്റ്റ് ചാപ്റ്റർ ആയ ഏതാ? സൗണ്ട് വേവ്സ്, ശബ്ദ തരംഗങ്ങൾ. അതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും റെഡി അല്ലേ? റെഡി. ഓക്കെ, സെറ്റ്. അപ്പോ സൗണ്ട് വേവ്സ് ആ ചാപ്റ്റർ പറഞ്ഞപ്പോൾ നമ്മൾ സൗണ്ടിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാനുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ടത് ഓസിലേഷൻ. ഓസിലേഷൻ എന്ന് വെച്ചാൽ എന്താ? ഓസിലേഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു വസ്തു അതിൻ്റെ ഒറിജിൻ അല്ലെങ്കിൽ മീൻ പൊസിഷനിൽ നിന്ന് മാക്സിമം ആയതി, അതായത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്ത് തിരിച്ചു വന്ന് പിന്നെയും ബാക്കിലേക്ക് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്ത് തിരിച്ചു വരുന്നു. അതാണ് എന്ത്? ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ. ഒരു എക്സാമ്പിൾ മിസ് പറയാം. നിങ്ങളൊക്കെ ഊഞ്ഞാലിൽ ആടാൻ പോയിട്ടില്ലേ? സോറി, ഊഞ്ഞാലിൽ ആടാൻ പോയിട്ടില്ല, ഊഞ്ഞാലിൽ ആടിയിട്ടില്ലേ? ആടിയിട്ടുണ്ടല്ലേ? അപ്പൊ എന്താ, അവിടെ എന്തോ ഓസിലേഷൻ അല്ലേ? അതായത് നമ്മൾ ഊഞ്ഞാലിൽ കയറിയിരിക്കുന്നു, അതാണ് അതിന്റെ മെയിൻ പൊസിഷൻ. എന്നിട്ട് എന്താ, നമ്മൾ ഒരാളെ പിടിച്ച് തള്ളി അങ്ങോട്ട് മാക്സിമം ദൂരത്തേക്ക് ആക്കുമല്ലേ? അതാണ് എന്ത്? അതിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. തിരിച്ചെന്നിട്ട് എന്താ, അയാൾ അങ്ങനെ വിട്ട് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബാക്കിലേക്ക് വരുന്നു. പിന്നെന്താ, ബാക്കിലേക്ക് പിന്നെയും പോകുന്നു, പിന്നെയും തിരിച്ചു വരുന്നു അല്ലേ? അങ്ങനെ ടു ആൻഡ് ഫ്രോ മോഷനെയാണ് നമ്മൾ എന്ത് പറയാ? ഓസിലേഷൻ എന്ന് പറയുന്നുണ്ടാവും കേട്ടോ. അപ്പൊ അതേ നോക്കിയേ, ഇതാണൊരു ഊഞ്ഞാലായിട്ട് കരുതിക്കോ. ഇതാണ് എൻ്റെ മെയിൻ പൊസിഷൻ. അതെന്താ, ബി എന്ന് പറഞ്ഞ ഒരു മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്യുന്നു, തിരിച്ചു വരുന്നു, പിന്നെ ബാക്കിലേക്ക് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് പോകുന്നു, തിരിച്ചു വരുന്നു. ഇതിനെ പറയുന്നതാണ് എന്ത്? ഓസിലേഷൻ. കണ്ടോ? ഓസിലേഷൻ ഈസ് ദ പീരിയോഡിക് മോഷൻ ഇൻ വിച്ച് ആൻ ഒബ്ജക്ട് മൂവ്സ് ടു ആൻഡ് ഫ്രോ അറ്റ് റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം അബൌട്ട് ഇറ്റ്സ് ഈക്വിലിബ്രിയം പൊസിഷൻ. അതായത് ഒരു വസ്തു അതിന്റെ പീരിയോഡിക് മോഷൻ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പോകുന്നതിന് നമ്മൾ എന്താ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നു. ഇൻ വിച്ച് ദ ഒബ്ജക്ട് മൂവ് ടു ആൻഡ് ഫ്രോ അറ്റ് എ റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം. അതായത് നമുക്കറിയാം ഒരു റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം വേണോ അല്ലേ? നമുക്കറിയാം സ്വിച്ചിട്ട് പോലെ പോയി വരാൻ പറ്റില്ലല്ലോ. ഒരു കറക്റ്റ് ടൈമിൽ ഒരു താളത്തിലൊക്കെ അല്ലേ? ആ ഒരു മൂവ്മെന്റിന് തന്നെ നമ്മൾ എന്ത് പറയുന്നത്? ഓസിലേഷൻ എന്ന് പറയണുണ്ടാവും കേട്ടോ. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ ഓസിലേഷൻ എന്താണെന്ന് നമ്മൾ നോക്കിയല്ലേ? ഓസിലേഷൻ നോക്കിക്കഴിഞ്ഞ് അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്തിനെ കുറിച്ചാണെന്നറിയോ? എന്തിനെ കുറിച്ചാ? നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാധനം ആംപ്ലിറ്റ്യൂഡ്. അതായത് ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയതി, അതായത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് to one side from its equilibrium position to amplitude is amplitude. The symbol of amplitude is A. The SI unit of amplitude is meter. മിസ് ഓൾറെഡി പറഞ്ഞു, ഇതിൻ്റെ ഈ മലയാളം കൂടി എഴുതിയിട്ടുണ്ട്. അതായത് എന്താ, തുലനാവസ്ഥയിൽ നിന്ന് ഇരുവശങ്ങളിലേക്കും പോകുന്ന, അതിൻ്റെ മാക്സിമം പോകുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ്. അതായത് ഇപ്പം നമ്മളിപ്പോൾ മിസ് ഇത് കാണിച്ചു തന്നില്ലേ, നമ്മൾ ഈ ഊഞ്ഞാലിൻ്റെ കേസിൽ കാണിച്ചു തന്നില്ലേ, ഇതാണ് അതിൻ്റെ അതായത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതിനൊരു മാക്സിമം സ്ഥലം വരെ, ഒരു ദൂരം വരെ അല്ലേ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ?
അത്രയും ദൂരം, അത്രയും മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ എന്ത് പറയുന്നു? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നു, അഥവാ ആയതി എന്ന് പറയുന്നു. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണെന്ത്? എ എന്ന് പറയുന്നത്. എന്താണ് എ എന്ന് പറയുന്നത് കേട്ടോ? എന്താണ് എ എന്ന് പറയുന്നത്? എന്താ? ആംപ്ലിറ്റ്യൂഡിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ്. അത് ഫ്രണ്ടിലേക്കും ഉണ്ട് ബാക്കിലേക്കും ഉണ്ട് അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. സെറ്റ് അല്ലേ? അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പറയുന്നു? ആയതി എന്ന് പറയുന്നു. പിന്നെ എല്ലാവർക്കും ഡൗട്ട് ഉള്ളത്, ഓക്കെ ഇതിന്റെ സെന്റർ, അതായത് ഈ ഒരു പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതിയോ, അതോ ഇവിടെ നിന്നല്ല എപ്പോഴും സ്റ്റാർട്ടിങ് ഉള്ളൂ? അങ്ങനെയല്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ എന്താ ഒരു മെയിൻ പൊസിഷൻ അല്ലെന്ന് മിസ് പറഞ്ഞു. അതായത് മിസ് പറഞ്ഞുതരാം, എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. ഇതിന് ഒറിജിൻ ഈ ഒരു ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ. അതായത് ഒറിജിൻ എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഇതാണ് ഒറിജിൻ എടുത്തെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി തിരിച്ചിവിടെ വന്ന് തിരിച്ച് ബാക്കിലേക്ക് പോയി തിരിച്ചിവിടെ വരാം. ഇതാണ് എന്ത്? വൺ ഓസിലേഷൻ എന്ന് പറയാം. അതായത് ഒ നിന്ന് ബിയിലേക്ക് പോയി, ബിയിൽ നിന്ന് ഒയിലേക്ക് വരുന്നു എ. പക്ഷേ നിങ്ങൾ കൺസിഡർ ചെയ്യാം, നിങ്ങൾ എ എടുത്തു, ഈ എ ആണ് ഒറിജിൻ എന്ന് വിചാരിക്കൂ. ചിലവർ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് അങ്ങനെ വിടും. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എയിൽ നിന്ന് പോയി തിരിച്ച് ബിയിൽ പോയി തിരിച്ച് ഇതിൽ വന്നു തിരിച്ച് എയിൽ വരുന്നു. ഇടക്ക് ഓയിലെത്തുന്നു, പിന്നെ ബിയിൽ പോകുന്നു, തിരിച്ച് ഓയിലെത്തുന്നു, ബിയിൽ പോകുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഏതാണോ നിങ്ങളുടെ ഒറിജിൻ അവിടെ പോയി മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് തിരിച്ച് ആ ഒറിജിനിൽ എത്തുന്നതാണ് എന്ത്? ഒരു ഓസിലേഷൻ എന്ന് പറയുന്നുണ്ടാവും കേട്ടോ. സെറ്റ് അല്ലേ? അപ്പൊ ഓസിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി എന്തായാലും പറയുമല്ലോ, എന്താണ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ പറയില്ലേ? അപ്പം നിങ്ങളോട് പോണ ചോദ്യം, ഓക്കെ ഓസിലേഷൻ മെയിൻ പൊസിഷൻ ഇപ്പൊ നമ്മൾ ഇവിടെ എടുത്തു, അങ്ങനെയാണെങ്കിൽ എന്ന് തുടങ്ങിയാൽ അത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. എന്ന് തുടങ്ങിയാലും എന്ന് തുടങ്ങിയാലും എന്താണ്? മെയിൻ പൊസിഷൻ എപ്പോഴും എന്താ, അല്ലെങ്കിൽ ഒറിജിൻ എപ്പോഴും എവിടെയാണോ അത് നിങ്ങളുടെ ഇഷ്ടം. അവിടെ നിന്ന് പോയി തിരിച്ച് ആ ഒറിജിനിലേക്ക് എത്തണം. അത് മാത്രമേ ഒരു കണ്ടീഷൻ ഉള്ളൂ. ഓക്കെ, എന്നാൽ മാത്രം കണ്ടീഷൻ അല്ല, എന്നാൽ മാത്രമേ ഒരു ഓസിലേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ഓസിലേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായല്ലോ? അപ്പൊ ഓസിലേഷൻ എന്താന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഈ ഓസിലേഷൻ ഉള്ള കുറച്ച് എക്സാമ്പിൾസ് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? നമ്മുടെ പെൻഡുലം അറിയില്ലേ? നമ്മുടെ പണ്ടത്തെ ക്ലോക്കിലൊക്കെ, അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവരും കാശ് മുട്ടയ്ക്ക് മേടിക്കുന്ന സാധനമാണ് നമ്മുടെ അടിപൊളി വലിയ ക്ലോക്കൊക്കെ. അതിൻ്റെ എന്താ? പെൻഡുലത്തിന് നീളം നോക്കിയിട്ടുണ്ട്. ആ സാധനത്തിനാണ് എന്ത് പറയാ? പെൻഡുലം എന്ന് പറയാം. അത് നിങ്ങൾ ഇപ്പൊ മണി അടിക്കുമ്പോഴേക്ക് ഒരു 50 മണി ഇങ്ങനെ കിടന്ന് ആടും, 10 മണി 10 പ്രാവശ്യം ആടും. അതൊരു വെറൈറ്റി ആണല്ലേ? സയൻസിൻ്റെ ഒക്കെ ഒരു വിളയാട്ടം അന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഓസിലേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം നമ്മൾ ഓസിലേഷൻ്റെ എന്താ ഇത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ആയത് അപ്പം ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓസിലേഷനും മനസ്സിലായി, ആംപ്ലിറ്റ്യൂഡ് അഥവാ ആയത് എന്ന് മനസ്സിലായി. അപ്പോൾ എന്താ? ആൻ ഓസിലേഷൻ ഈസ് ദ കംപ്ലീറ്റ് വെൻ ദ ബോഡി റിട്ടേൺ ടു ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ ഇൻ ദ സെയിം ഡയറക്ഷൻ ഫ്രം വെർ ഇറ്റ് ഈസ് സ്റ്റാർട്ട്. മിസ് ഓൾറെഡി പറഞ്ഞു, എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് പോയി തിരിച്ച് ആ പൊസിഷൻ ലാസ്റ്റ് എത്തുന്നത് എവിടെയാ? ഒറിജിനൽ തന്നെ ആയിരിക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? വൺ ഓസിലേഷൻ എന്ന് പറയണ്ടാവുക. ഓക്കെ, എക്സാമ്പിൾസ് പെൻഡുലം, പിന്നെന്താ നമ്മുടെ ലാമ്പ്, അതായത് ഹാങ്ങിങ് ലാമ്പ് ഒക്കെ ഇല്ലേ, തൂങ്ങിക്കിടക്കുന്നത്, അതൊക്കെ എന്താ? എന്തിൻ്റെ എക്സാമ്പിളാ? ഓസിലേഷൻ്റെ എക്സാമ്പിളാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണെന്ന് അറിയോ? പീരീഡ്. ഇനി നമുക്ക് കുറച്ച് ടേംസ് അറിയണം. പീരീഡ്, ഫ്രീക്വൻസി. അതായത് പീരീഡ് എന്ന് വെച്ചാൽ എന്താ? പീരീഡ് തന്നെ, എന്താ മലയാളത്തിലും പീരീഡ് എന്ന് തന്നെ പറയാം. പക്ഷെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി എന്ന ആവൃത്തി, അതായത് ഫ്രീക്വൻസി. പീരീഡ് എന്ന് വെച്ചാൽ എന്താ? പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓസിലേഷൻ, അതായത് ഒരു ഓസിലേഷൻ ചെയ്യാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ എന്ത് പറയാ? പീരീഡ് എന്ന് പറയാം. അതായത് മിസ് ഇപ്പോൾ പറഞ്ഞു, ഇവിടെ നിന്ന് പോയി തിരിച്ചിവിടെ വന്നു, തിരിച്ചിങ്ങനെ വന്നു, പിന്നെ ബാക്കിലേക്ക് പോയി തിരിച്ചിവിടെ വരിക. ഈ ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയത്തെ നമ്മൾ എന്ത് പറയുന്നു? പീരീഡ് എന്ന് പറയുന്നു. ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ ഈസ് കോൾഡ് പീരീഡ് അല്ലേ? അപ്പൊ പീരീഡിന്റെ SI യൂണിറ്റ് എന്താണ്? സെക്കൻഡ്സ് ആണ്. ആൻഡ് ഓൾസോ പീരീഡ് ഡിനോട്ടഡ് ബൈ ടി. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കാം പീരീഡ് എന്ന് പറയുമ്പോൾ പി അല്ലേ എന്ന് ഓർക്കും. പക്ഷെ പീരീഡ് എന്ന ടൈം പീരീഡ് ആണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ടി ആണ് കേട്ടോ. മലയാളത്തിലും അത് തന്നെയാണ്. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ എടുക്കുന്നു, അതാണെന്ത്? ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതായത് മീൻസ് ഇതൊരു സെക്കൻഡ് ആണെങ്കിൽ ഈ ഒരു സെക്കൻഡിൽ
എത്ര ഓസിലേഷൻ പോകുന്നു. ഇങ്ങനെ പെട്ടെന്ന് പോകാം, ചിലപ്പോൾ പതിയെ പോകാം, എന്തായിക്കോട്ടെ. നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ്. മനസ്സിലായല്ലോ? നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ് അതിനെ പറയുന്നതാണ് നമ്മൾ എന്ത് പറയാ ഫ്രീക്വൻസി എന്ന് പറയാം. ആൻഡ് ഓൾസോ ഫ്രീക്വൻസി ഡിനോട്ടഡ് ബൈ എഫ്. ഫ്രീക്വൻസി ആവൃത്തി ട്ടോ, ആവൃത്തി. ഓക്കെ, ഫ്രീക്വൻസി ഡിനോട്ടഡ് ബൈ എഫ് ആൻഡ് ഇറ്റ് ഈസ് SI യൂണിറ്റ് ഇറ്റ്സ് ഹേർട്സ്. എന്താണ് ഹേർട്സ്? നമ്മുടെ ഹൃദയത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറയാം. ഫ്രീക്വൻസി നമ്മളിങ്ങനെ ECG ഒക്കെ എടുക്കുമ്പോഴേക്കും ഇങ്ങനെ പോണ കാണാറില്ലേ? അപ്പം എന്താ അതിങ്ങനെ ഒരു ടു ആൻഡ് ഫ്രം മോഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പക്ഷെ അല്ല, എന്നാലും മിസ് വെറുതെ തള്ളുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു മോഷൻ അതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നുണ്ടാവുക. ആൻഡ് ഓൾസോ ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഹേർട്സ്. ഓക്കെ, SI യൂണിറ്റ്സ് ആണ് എന്ത് എന്താ ഹേർട്സ് എന്ന് പറയുന്നുണ്ടാവും കേട്ടോ. അപ്പം എന്താ ആവൃത്തി. ഓക്കെ, അതായത് ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന ദോളനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി എന്ന് പറഞ്ഞത്. ദോളനം എന്ന് വെച്ചാൽ ഓസിലേഷൻ എത്രയാണോ അതാണ് ആവൃത്തി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആവൃത്തി നോക്കി പീരീഡ് നോക്കിയല്ലേ? മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ, ഇനി നമ്മൾ പെൻഡുലത്തിൻ്റെ കേസിലൊക്കെ പറയുമ്പോൾ ചില കേസിൽ നമ്മൾ ലെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു അറിയോ? ഫ്രീക്വൻസി കുറയുന്നു. അതായത് നമ്മൾ അത് എക്സ്പെരിമെൻ്റ് മിസ് ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ സിമ്പിൾ പെൻഡുലൊക്കെ എടുക്കുന്നു, അതിൻ്റെ ലെങ്ത് കുറച്ച് നോക്കിയേ, നല്ല രീതിക്ക് ഓസിലേറ്റ് ചെയ്യും. പക്ഷെ ലെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഓസിലേഷൻ കുറയുന്നു, അതിന് ഫ്രീക്വൻസി കുറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മനസ്സിലായല്ലോ? സെറ്റല്ലേ? കണ്ടോ? when the length of the pendulum increase the frequency decreases. ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ അതായത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറയാം. ലെങ്ത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഫ്രീക്വൻസി. അതായത് L കൂടുമ്പോൾ F കുറയുന്നു, അല്ലെങ്കിൽ F കൂടുമ്പോൾ L കുറയുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. സെറ്റ് അല്ലേ? ഇനി അടുത്തത് എന്താ? നാച്ചുറൽ ഫ്രീക്വൻസി. നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ല, ഇത്രേ ഉള്ളൂ. അതായത് എല്ലാ വസ്തുവിനും ഇപ്പം ഞാനിവിടെ കിടന്ന് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുക. എനിക്ക് അത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഞാൻ ഈ കിടന്ന് തുള്ളുന്നത്? ഇല്ല. ആ തുള്ളലിന് ഒരു ഫ്രീക്വൻസി വേണ്ടേ? അതായത് എനിക്ക് അവിടെ കിടന്ന് തുള്ളണമെങ്കിൽ ഒരു എനർജി വേണമല്ലോ അല്ലേ? ആ ഒരു അതായത് ഓരോ വസ്തുവിനും അതിൻ്റെതായ ഇൻബിൽഡ് ഫ്രീക്വൻസീസ് ഉണ്ട്. ആ ഫ്രീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയാം. When an object vibrates freely, it vibrates in its innate frequency. This is called the natural frequency of the object. ആവൃത്തിയിലായിരിക്കുന്ന കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയെയാണ് നമ്മൾ വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നുണ്ടാവുക. അതായത് നമ്മളിപ്പോൾ ഞാനിവിടെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുക, ഞാൻ ആരുടെങ്കിലും ഇൻഫ്ലുവൻസിലാണോ വൈബ്രേറ്റ് ചെയ്യുന്നത്? അല്ല, ഞാനിവിടെ കിടന്ന് എന്തോ സ്വന്തമായിട്ടാണ് തുള്ളണ്ടാവുക അല്ലേ? അപ്പം അതിനെന്താ പറയുക? നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് അല്ലേ? മനസ്സിലായല്ലോ നാച്ചുറൽ ഫ്രീക്വൻസി എന്താന്ന്? ഈ നാച്ചുറൽ ഫ്രീക്വൻസി കുറച്ച് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ എന്താ പറയുക, സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഒരു വസ്തു എന്താ സ്വന്തമായി കമ്പനം ചെയ്യുമ്പോൾ സ്വന്തം ഫ്രീക്വൻസിയിലായിരിക്കണം, സ്വന്തം ആവൃത്തിയിലായിരിക്കും ആ കമ്പനം ചെയ്യുന്നുണ്ടാവുക. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നുണ്ടാവുക. ആൻഡ് ഓൾസോ ഈ നാച്ചുറൽ ഫ്രീക്വൻസി കുറച്ച് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു വസ്തു, ഇപ്പം ഈ വസ്തുവിന് എന്തുണ്ട്? ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. ആ നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെ സ്വാഭാവിക ആവൃത്തി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ലെങ്തിനെ, അതായത് ഈ വസ്തുവിൻ്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഇതിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഇതിൻ്റെ ഇലാസ്റ്റിസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആൻഡ് ഓൾസോ ഇതിൻ്റെ മെറ്റീരിയൽ, അതായത് ഇത് എന്ത് വസ്തു കൊണ്ടാണ് ഉണ്ടാക്കിയത്, നേച്ചർ. ഓക്കെ, അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡിപ്പെൻഡ് ചെയ്യണം. കണ്ടോ? The factors that influence the natural frequency of an object: length of the object, size of the object, elasticity and nature of the material. മനസ്സിലായല്ലോ? ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഇപ്പം ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് മാറുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഫ്രീക്വൻസി മാറാം, നാച്ചുറൽ ഫ്രീക്വൻസി മാറാം, അതിൻ്റെ ഇലാസ്റ്റിസിറ്റി മാറുമ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി മാറാം. അങ്ങനെ ഈ വസ്തുക്കളൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് നാച്ചുറൽ ഫ്രീക്വൻസി ഉള്ളത്. ഓക്കെ, അപ്പം നമ്മൾ തന്നെ വിചാരിച്ചാൽ നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ ഉള്ള എനർജിയാണ് നമുക്ക് ഇപ്പം ഉണ്ടാവുക? അല്ല, നമ്മൾ കുറച്ചും കൂടി പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ എനർജിയൊക്കെ മാറും അല്ലേ? അപ്പം നമ്മുടെ എന്താ ഫാക്ടർ എന്തിനെ ഡിപ്പെൻഡ്? നമ്മുടെ ഏജിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, നമ്മുടെ ചിലപ്പോൾ ബോഡി വെയ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യണ്ടാവും, അങ്ങനെ പല കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്യണ്ടല്ലേ? അതേപോലെ തന്നെയാണ് ഈ നാച്ചുറൽ ഫ്രീക്വൻസി കേട്ടോ. സെറ്റ് അല്ലേ?
ഓക്കെ, അപ്പൊ നാച്ചുറൽ ഫ്രീക്വൻസി എന്താണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്തായിരിക്കും? മിസ് ഒരു എക്സാമ്പിൾ പറയാം. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക, അപ്പൊ നിങ്ങൾ നല്ല പിള്ളേരായിട്ട് എന്ത് ചെയ്തു, നിങ്ങൾക്കൊക്കെ ഫോൺ ഉണ്ടെന്ന് വിചാരിക്കും. ഉണ്ടാവരുത് കേട്ടോ, 10ാം ക്ലാസ് അല്ലേ ആയിട്ടുള്ളൂ, കുറച്ച് സമയം കൊടുക്കാനായിട്ട് നമുക്ക് അടിപൊളി ഫോണൊക്കെ മേടിക്കാം. ബട്ട് സ്റ്റിൽ മിസ് പറയാ ഫോൺ എടുക്കുക. അപ്പം നിങ്ങൾ നല്ല പിള്ളേരായിട്ട് ഫോൺ മാറ്റി വെച്ചു, നിങ്ങൾ പഠിക്കാൻ ഇങ്ങനെ ഇരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുക, ഫോൺ മാറ്റി വെച്ചേക്കട്ടോ, അതായത് ടേബിളിൻ്റെ ഒരു മൂലക്ക് വെച്ചേക്കാം. നിങ്ങൾ വലിയ കാര്യത്തിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്താ ഒരു വൈബ്രേഷൻ, നിങ്ങളുടെ കയ്യിലേക്കൊക്കെ ഒരു വൈബ്രേഷൻ, ഇതെന്തെന്നാ അത് പെട്ടെന്ന് എന്താ വൈബ്രേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്താ ഫോൺ റിങ് ചെയ്യുക, അതായത് ഫോൺ വൈബ്രേഷനിൽ ഇട്ട് വെച്ചേക്കായിരുന്നു. പക്ഷെ ഇത്തിരി ദൂരെ മാറ്റി വെച്ച ഫോൺ വൈബ്രേറ്റ് ചെയ്തെന്താ നമ്മുടെ കയ്യിൽ കൂടി മനസ്സിലായി നമ്മളെ ഇതെന്താ വൈബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലായില്ലേ. അതുള്ളൂ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയണ്ടാവുക. അതായത് എന്താ ഒരു വസ്തു വേറൊരു വസ്തുവിനെ എന്ത് ചെയ്യുന്നു, വൈബ്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതിനെ എന്ത് പറയാം? ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയാം. എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഇസ് ദ വൈബ്രേഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഇൻഡ്യൂസ്ഡ് ബൈ ദ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്ട്. അതായത് പുറത്തു നിന്നും ഒരു വസ്തു വൈബ്രേറ്റ് ചെയ്യുന്നു, അതുമൂലം വേറൊരു വസ്തു വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയുന്നു? ഫോഴ്സ്ഡ് വൈബ്രേഷൻ, അല്ലെങ്കിൽ എന്താ പറയാ, പ്രണോദിത ആവൃത്തി കമ്പനം എന്ന് പറയുന്നത് പ്രണോദിത കമ്പനം. ഓക്കെ, ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്താണെന്ന് മനസ്സിലായാലും ഒരു വസ്തു വൈബ്രേറ്റ് ചെയ്യുന്നു, അത് എക്സ്റ്റേണൽ വസ്തു, ആ വസ്തു വേറൊരു വസ്തുവിനെ കമ്പനം ചെയ്യാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയുന്നു? ഫോഴ്സ്ഡ് വൈബ്രേഷൻ അഥവാ പ്രണോദിത കമ്പനം എന്ന് പറയുന്നു. സെറ്റ് അല്ലേ? ഓക്കെ. അപ്പോ അത് ഓറിയന്റഡ് ആയിട്ട് വേറൊരു കാര്യം കൂടി പഠിക്കാനുണ്ട്. അതാണ് എന്താണ് റെസൊണൻസ് എന്ന് പറയും. റെസൊണൻസ് എന്ന് പറയുന്നു. ഓക്കെ, റെസൊണൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അനുനാദം. ഓക്കെ, അനുനാദം. അതായത് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി. മീൻസ് ആദ്യം പറയാം, ഇഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ് ആൻഡ് ദ ഫോഴ്സ്ഡ് ഒബ്ജക്ട്സ് ആർ ഈക്വൽ, ദ ഒബ്ജക്റ്റ് ഈസ് സെഡ് ടു ബി റെസൊണൻസ്. അതായത് ഇത് വൈബ്രേറ്റ് ചെയ്യുന്നു, വേറൊരു വസ്തു വൈബ്രേറ്റ് ചെയ്യുന്നു, ഇതേപോലത്തെ ഒരു വസ്തു മിസ് എടുക്കുക, വൈബ്രേറ്റ് ചെയ്യുന്നു. ഇതിന്റെ രണ്ടിന്റെ വൈബ്രേഷൻ ഈക്വൽ ആയ അതിനെന്ത് പറയുന്നു? റെസൊണൻസ് എന്ന് പറയുന്നു. ഇപ്പൊ ഞാൻ ഫോൺ വൈബ്രേറ്റ് ചെയ്തപ്പോൾ നമ്മുടെ കൈക്ക് ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്തു എന്ന് പറയാം. പക്ഷെ നമ്മൾ ഫീൽ ചെയ്ത ഒരു വൈബ്രേഷൻ നമുക്ക് തോന്നി ഉണ്ട്, വൈബ്രേഷൻ ചെയ്തു, പക്ഷെ ഫീൽ ചെയ്തു എന്നുള്ളത്. പക്ഷെ ആ ഫോണിന്റെ വൈബ്രേഷനും ആ കയ്യിൽ ഉണ്ടാവുന്ന വൈബ്രേഷനും ഈക്വൽ ആണെങ്കിൽ അതിനെന്ത് പറയുന്നു? റെസൊണൻസ് എന്ന് പറയുന്നു, അഥവാ എന്ത് പറയുന്നു? അനുനാദം എന്ന് പറയുന്നു. ഓക്കെ, അനുനാദം എന്ന് പറയുന്നു. അപ്പോ ആ റെസൊണൻസിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. എന്താണ്? ആ വൈബ്രേഷൻ ചെയ്യുമ്പോഴേക്കും അത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യണുണ്ടാവട്ടെ. എന്താണ്? മാക്സിമം ആംപ്ലിറ്റ്യൂഡിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യണുണ്ടാവുക. മനസ്സിലായല്ലോ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡിലാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ റെസൊണൻസിനെ കുറിച്ച് പഠിച്ചല്ലേ? റെസൊണൻസിനെ കുറിച്ച് പഠിച്ചു. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷനും പഠിച്ചു, റെസൊണൻസ് എന്താണെന്നും പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? തരംഗചലനം അഥവാ വേ മോഷൻ എന്ന് പറയുന്നു. എന്താണ് തരംഗചലനം അഥവാ വേ മോഷൻ എന്ന് പറയുന്നു? അതായത് ഒന്നുമില്ല, നമ്മളിപ്പോൾ സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സൗണ്ടിനെ കുറിച്ചൊന്നും പഠിച്ചില്ല. അപ്പൊ സൗണ്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ വേവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബാക്കി നമ്മുടെ ഫ്രണ്ടിലേക്ക് പഠിക്കാന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇതുവരെ പഠിച്ചത് എന്താണ്? നമ്മള് ഓസിലേഷൻ എന്താണെന്ന് നോക്കി, ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് നോക്കി, ഫ്രീക്വൻസി എന്താണെന്ന് നോക്കി, ദെൻ എന്താ നാച്ചുറൽ ഫ്രീക്വൻസി, ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസൊണൻസും നോക്കി. അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ മിസ് ഒരു കാര്യം കൂടി പറയാം. നമുക്ക് ഇനി എക്സാമിന് ചോദിക്കാൻ പോകുന്നത് പ്രോബ്ലംസ് ആയിരിക്കും അല്ലേ? ആ പ്രോബ്ലംസിൽ നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്, റിലേഷൻ ബിറ്റ്വീൻ പീരീഡ് ആൻഡ് ഫ്രീക്വൻസി എന്നൊരു കാര്യം ചോദിച്ചാൽ, ഫ്രീക്വൻസി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ടൊരു ഇക്വേഷൻ വേണ്ടേ, അല്ലെങ്കിൽ ചെയ്യാനായിട്ടൊരു ഇക്വേഷൻ വേണ്ടേ? ആ ഇക്വേഷനാണ് F = 1/T. എന്താണ്? F = 1/T. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. എഫിന് വേറൊരു ഇക്വേഷനും കൊണ്ടുണ്ട്, F = n/T എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഇതെന്താ
ഇത് നമുക്ക് പഠിക്കാനുള്ളതാണ്. നമ്പർ ഓഫ് ഓസിലേഷൻ ഡിവൈഡഡ് ബൈ ടൈം. ടി എന്ന് പറയുന്നത് ടൈമാണ്, ഒരു ഓസിലേഷനുള്ള ടൈമാണ് ഇത്. ഇതല്ല, സാധാ ടൈമാണ്. അപ്പം ഇതുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതൽ ഇതാണ് F ഈക്വൽ ടു 1/T, അതായത് ഫ്രീക്വൻസി ഈക്വൽ ടു 1/പീരീഡ് എന്ന് പറയുന്നു. അപ്പം ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇതെന്താ? എഫ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പീരീഡ് ആണ്. അതായത് ഫ്രീക്വൻസി മാറുന്നതനുസരിച്ച് ടൈമും പീരീഡും മാറും. എങ്ങനെ? പീരീഡ് കൂടിയാൽ ഫ്രീക്വൻസി കുറയുന്നു, അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടിയാൽ പീരീഡ് കുറയുന്നു. എന്താ മനസ്സിലായല്ലോ? ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മിസ് അടിവരയിട്ട് പറയാ, ഇത് എക്സാമിന് ചോദിക്കും. ഇത് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. പക്ഷെ ഇത് ഇത്രയും ഈസിയുള്ള കാര്യമായിട്ട് നിങ്ങൾ കരുതരുത്. സിമ്പിൾ അല്ലേ, F ഈക്വൽ ടു 1/T അല്ലേ? ആ ടൈമിലായിരിക്കും ചിലപ്പോൾ നമുക്ക് പണി തന്നെ ഉണ്ടാവുക. അത് SI യൂണിറ്റ്സ് ഒക്കെ മാറ്റി ചെയ്യാനൊക്കെ പറയും. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ മിസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നമുക്കിനി ലൈവിൽ എന്തായാലും മിസ് അങ്ങനത്തെ ചെയ്യിപ്പിക്കും. അപ്പോൾ എല്ലാവരും റെഡി ആവണേ അതിനുവേണ്ടി. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? തരംഗ ചലനം അഥവാ വേവ് മോഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. വേവ് മോഷൻ എന്താ? ഒന്നില്ല. ഒരു വേവ് മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു ഓസിലേഷൻ ഒരു മീഡിയത്തിന്റെ ഒരു പാർട്ടിൽ നിന്നും വേറൊരു പാർട്ടിലേക്ക് പോകുന്ന ആ മോഷനെയാണ് നമ്മൾ എന്ത് പറയാ? വേവ് മോഷൻ എന്ന് പറയുന്ന. വേവ് മോഷൻ ഈസ് ദ മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പാർട്ടിക്കിൾ ഫ്രം വൺ മീഡിയം ടു അനദർ, അല്ലെങ്കിൽ വൺ പാർട്ട് ടു അനദർ. അതിനെ പറയുന്നതാണ് എന്ത്? എന്താ പറയാ? വേവ് മോഷൻ എന്ന് പറയേണ്ടവ. വേവ് മോഷൻ എന്ന് വെച്ചാൽ ഓക്കെ, നമ്മൾ റെസൊണൻസ് പഠിച്ചു, അത് കഴിഞ്ഞിട്ടുള്ളതാണ് വേവ് മോഷൻ എന്ന് പറയുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, here the energy received from one part of the medium spread to the other part of transfer to its adjacent part and so on. Wave motion is one of the mode of transfer of energy from one part of the medium to other part. കണ്ടോ? ഒരു മീഡിയത്തിന്റെ ഒരു പാർട്ടിൽ നിന്നും വേറൊരു പാർട്ടിലേക്കുള്ള ട്രാൻസ്ഫറിങ്ങിനെയാണ്, എനർജി ട്രാൻസ്ഫറിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയാ? വേവ് മോഷൻ എന്ന് പറയുന്നുണ്ടാവും കേട്ടോ. The continuous propagation of energy from one part to the other part through oscillation. കണ്ടോ? ഓസിലേഷൻ വഴി ഒരു പാർട്ട്, അതായത് ഒരു മീഡിയത്തിന്റെ ഒരു പാർട്ടിൽ നിന്നും വേറൊരു പാർട്ടിലേക്ക്. നമ്മളിപ്പോൾ ബീച്ചിൽ പോയാൽ തന്നെ ബീച്ച് എന്ന് പറയുന്നത് ഒരു മീഡിയമാണ്, ഒരു പാർട്ടാണ്. അതിന്റെ അങ്ങേയറ്റത്തു നിന്നും ഇങ്ങേയറ്റം വരെ എന്താ? ഓസിലേറ്റ് ചെയ്ത് വരികയല്ലേ, അല്ലെങ്കിൽ വേവ് ആയിട്ട് വരികയല്ലേ? അതിനെന്ത് പറയും നമ്മൾ? വേവ് മോഷൻ എന്നല്ലേ പറയാ. അപ്പൊ അത് തന്നെയുള്ളൂ. ഫിസിക്സ് പരമായതുകൊണ്ട് മിസ് ഇത്തിരിയും കൂടി അല്ലറ ചില്ലറ വേർഡ്സ് അങ്ങോട്ട് കേട്ടിട്ടു. ദാറ്റ്സ് ഓൾ. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ വേവ് മോഷൻ എന്താന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ഇത് നോക്കിയേ. ഇത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെ ഒരു എക്സാമ്പിൾസും കൂടിയാണ്. അത് മിസ് ഓൾറെഡി പറഞ്ഞില്ലായിരുന്നു. അത് ഒന്ന് നോക്കാം, നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. നമ്മുടെ MRI സ്കാൻ, റേഡിയോ ട്യൂണിങ്, ഇതിലൊക്കെ എന്താ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. നമ്മുടെ ഗിറ്റാർ, തബല, അതിലൊക്കെ എന്താ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസൊണൻസ് ഒക്കെ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റെതസ്കോപ്പിൽ ഇതിലൊക്കെ എന്താ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. അത് മിസ് ഒന്ന് വിട്ടുപോയായിരുന്നു, അത് സാരില്ല, നിങ്ങളത് ഫോളോ ചെയ്യില്ലേ? ഓക്കെ, അപ്പം നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസൊണൻസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ആൻഡ് ഓൾസോ അതിൻ്റെ പ്രോബ്ലമും എക്സാമ്പിളും നോക്കി. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്താ? വേവ് മോഷൻ. വേവ് മോഷൻ്റെ കാര്യം നമ്മളിപ്പോൾ ഏറെക്കുറെ സെറ്റ് ആക്കിയിട്ടുണ്ടല്ലോ. അതായത് ഒരു മീഡിയത്തിൽ നിന്നും ഒരു മീഡിയത്തിൽ തന്നെ അതിൻ്റെ ഒരു പാർട്ടിൽ നിന്നും വേറൊരു പാർട്ടിലേക്ക് എനർജീനെ ഓസിലേറ്റ് ചെയ്ത് വന്നതിനാണ് നമ്മൾ എന്ത് പറയാ? വേവ് മോഷൻ എന്ന് പറയുന്നുണ്ടാവും കേട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് വേവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ചില വേവുകൾ എന്ത് ചെയ്യുന്നു? അതിന് മീഡിയം, അതായത് അതിന് ചലിക്കാനായിട്ടൊരു മീഡിയം ആവശ്യമുണ്ട്. അതിനെയാണ് നമ്മൾ അങ്ങനത്തെ വേവ്സ് ഉണ്ട്. അതേപോലെ തന്നെ ചില വേവിന് എന്തുണ്ട്? മീഡിയം ആവശ്യമില്ല. അങ്ങനെ രണ്ട് തരത്തിലുള്ള വേവ്സ് ഉണ്ട്. അതായത് മീഡിയം ആവശ്യമുള്ള വേവ്സും ഉണ്ട്, മീഡിയം ആവശ്യമില്ലാത്ത വേവ്സും ഉണ്ട്. ഈ മീഡിയം ആവശ്യമില്ലാത്ത വേവ്സിന് നമ്മൾ എന്ത് പറയും എന്നറിയോ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അതായത് മീഡിയം ആവശ്യമില്ലാത്ത വേവ്സിന് നമ്മൾ എന്ത് പറയും? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അഥവാ വൈദ്യുത കാന്തിക തരംഗം എന്ന് പറയും. എന്താണ്?
മീഡിയം ആവശ്യമില്ലാത്ത വേവ്സിന് നമ്മൾ എന്ത് പറയുന്നു? വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നു. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഗാമ റേ, അൾട്രാവയലറ്റ് റേ, പിന്നെന്താ നമ്മുടെ എക്സ്റേ. അതിനൊക്കെ എന്താ, ഒരു മീഡിയം ആവശ്യമില്ല. അതിന് മീഡിയം ഇല്ലെങ്കിൽ അതിങ്ങനെ ഇങ്ങനെ പോയിക്കോളും. മീഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ട്രാവൽ ചെയ്യാനായിട്ട് ഒരു സ്രോതസ്, അല്ലെങ്കിൽ സ്രോതസ്സല്ല, ഒരു വസ്തു വേണം. പക്ഷെ ചില വേവ്സിന് എന്താ, ആ വസ്തുവിൻ്റെ ആവശ്യമില്ല, അതിങ്ങനെ വെറുതെയും നടന്നോളും. ഓക്കെ, അപ്പൊ അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇനി വേറൊരു വേവ് ഉണ്ട്, അതിനെന്താ, ആ വസ്തു ആവശ്യമുണ്ട്. ഇപ്പൊ നമുക്കെന്താ, ഇപ്പൊ നമ്മൾ അറിയില്ല, നമ്മൾ ഇൻഡിപെൻഡന്റ് ആണ്, ഡിപ്പെൻഡന്റ് ആണെന്നൊക്കെ പറയില്ലേ. അതിൻ്റെ അടുത്ത് എന്താ, ഇൻഡിപെൻഡന്റ് എന്ന് വെച്ചാൽ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ നമ്മുടെ തോന്നിയ വഴിക്ക് പോകും. പക്ഷെ ചിലവരെന്താ, ഡിപ്പെൻഡന്റ് ആണ്. ഇന്ന് നമ്മൾ തോന്നിയ വഴിക്കൊന്നല്ല, അവരുടെ കാര്യങ്ങളൊക്കെ കേട്ട് അവരെ കേട്ട്. രണ്ടും നല്ലതാട്ടോ. ചില കേസിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആണ്, ചില കേസിൽ ഡിപ്പെൻഡന്റ് ആണ്. പക്ഷേ അത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് വേണം കേട്ടോ. അപ്പൊ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള വേവ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, അല്ലെങ്കിൽ അതിനൊരു മീഡിയം ആവശ്യമുണ്ടെങ്കിൽ ആ വേവ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? മെക്കാനിക്കൽ വേവ് അഥവാ യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറയണം. മനസ്സിലായോ? മെക്കാനിക്കൽ വേവ് അല്ലെങ്കിൽ യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറയണുണ്ടാവുക. കണ്ടോ? റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് റേസ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ് റേ, എക്സ്റേ, ഗാമ റേസ് ആർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ദേ ഡു നോട്ട് റിക്വയർ എനി മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. കണ്ടോ, ഒരു മീഡിയം ആവശ്യമില്ല. അങ്ങനത്തെ മീഡിയത്തിന് എന്ത് പറയുന്നു? വേവ്സിന് എന്ത് പറയുന്നു? വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്ന് പറയുന്നു. അതേസമയം തന്നെ മീഡിയം ആവശ്യമുള്ള വേവ്സിന് എന്തു പറയുന്നു? മെക്കാനിക്കൽ വേവ് അഥവാ കാന്തിക തരംഗങ്ങൾ എന്ന് പറയുന്നു ട്ടോ. സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പൊ നമ്മൾ മെക്കാനിക്കൽ വേവിനെ കുറിച്ച് പഠിച്ചല്ലേ, യാന്ത്രിക തരംഗങ്ങളെ കുറിച്ച് പഠിച്ചായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? യാന്ത്രിക തരംഗങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ അത് സെറ്റാണ്. പക്ഷേ അപ്പൊ അതെന്താ, ഒരു മീഡിയം ആവശ്യമുണ്ട് അതിനെ ഓസിലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വേവ് ചലിക്കാനായിട്ട് ഒരു മീഡിയം ആവശ്യമുണ്ട്. ആ മീഡിയം ആവശ്യമുള്ള വേവിനെയാണ് നമ്മൾ എന്ത് പറയാ? യാന്ത്രിക തരംഗങ്ങൾ അഥവാ മെക്കാനിക്കൽ വേവ് എന്ന് പറയാം. ഓക്കെ, അപ്പോ അത് തന്നെ രണ്ട് തരത്തിലുണ്ട്. അതായത് ആ മീഡിയം ആവശ്യമുള്ള വേവ്സിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാണ് നമ്മുടെ ലോങ്റ്റിറ്റ്യൂഡിനൽ വേവും, വേറൊന്നാണ് എന്ത്, ട്രാൻസ്വേഴ്സ് വേവും എന്ന് പറയുന്നത്. എന്താണ് ലോങ്റ്റിറ്റ്യൂഡിനൽ വേവും ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്? അപ്പോൾ ലോങ്റ്റിറ്റ്യൂഡിനൽ വേവിനെ നമ്മൾ പറയുന്നത് എന്തെന്ന് അറിയോ? അനുദൈർഘ്യ തരംഗങ്ങൾ. എന്താണ്? അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറയുന്നു ലോങ്റ്റിറ്റ്യൂഡിനൽ വേവിന്. അതിനൊന്നുമില്ല, ഈസിയാണ്. ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? അതായത് മിസ് വരയ്ക്കാം. ഇതൊരു വേവാണ്. അത് എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു, പിന്നെ കുറച്ച് ഗ്യാപ്പിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നു, പിന്നെ ഇനി വൈബ്രേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയാ? ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്നുണ്ടാവുക. അതായത് നമ്മളൊരു ട്യൂണിംഗ് ഫോർക്ക് എടുക്കാം. ട്യൂണിംഗ് ഫോർക്ക് എന്ന് വെച്ചാൽ എന്താ, ഒരു ഫ്രീക്വൻസി ഉള്ള ഒരു വസ്തുവാണ്, നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്. ആ ട്യൂണിംഗ് ഫോർക്ക് എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത്. അതായത് അത് കംപ്രഷനും റെയർഫ്രാക്ഷനും കൂടി കലർന്നിട്ട് എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുന്നു. അതിനെ പറയുന്നതാണ് എന്ത്? ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ്. അഥവാ എന്താ, അതിലുള്ള നമുക്കറിയാം ഓരോ വേവ്സിലും എന്തുണ്ട്? പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ? ആ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു? ആ വേവിന് പാരലലായിട്ട് തന്നെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നെങ്കിൽ അതിന് എന്ത് പറയുന്നു? ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്നു. അതായത് ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ്സ് ആർ ദോസ് ഇൻ വിച്ച് ദ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. അതായത് വേവ് ഇങ്ങനെ പോകുന്നെങ്കിൽ പാർട്ടിക്കിൾസും എന്തായിരിക്കും? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പാരലലായിട്ടാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ എന്ത് പറയുന്നു? അതിനെ ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്നു. ആൻഡ് ഓൾസോ ലോങ്റ്റിറ്റ്യൂഡിനൽ വേവിന് പോകുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നോക്കിയേ, ഈ ഒരു ബഞ്ച്, ഈ ഇത്രയും പോർഷൻ എന്തായിരിക്കും? ഭയങ്കര കംപ്രസ്ഡ് ആയിട്ട് അല്ലേ, ഭയങ്കര അടുത്തടുത്തല്ലേ ഉണ്ടാവുക. അവിടെ എന്തായിരിക്കും? പ്രഷർ കൂടുതലും. പിന്നെ നോക്കിയേ, കുറച്ച് ഗ്യാപ്പിട്ട് അല്ലേ, അവിടെ എന്താ? പ്രഷർ കുറവായിരിക്കും. അതുകൊണ്ട് ഈ പ്രഷർ കൂടി ഈ സ്ഥലത്തിന് നമ്മൾ എന്ത് പറയുന്ന അറിയോ? കംപ്രഷൻ. എന്താണ്? കംപ്രഷൻ. ആൻഡ് ഓൾസോ പ്രഷർ കുറഞ്ഞിട്ടുള്ള ഈ പൊസിഷൻ എന്ത് പറയുന്നു? റെയർഫ്രാക്ഷൻ എന്ന് പറയുന്നു. എന്താണ്? റെയർഫ്രാക്ഷൻ എന്ന് പറഞ്ഞു. അപ്പൊ കംപ്രഷനും റെയർഫ്രാക്ഷനും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സെറ്റ് അല്ലേ? അപ്പൊ കംപ്രഷൻ ഡിനോട്ടഡ് ബൈ സി ആൻഡ് റെയർഫ്രാക്ഷൻ ഡിനോട്ടഡ് ബൈ ആർ. ഓക്കെ,
സെറ്റ് അല്ലേ? സെറ്റ് ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ കംപ്രഷനും റിഫ്രാക്ഷനും നോക്കി, എന്താണ് ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ് എന്ന് നോക്കി. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്? ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ല, നമ്മളിപ്പോൾ പറഞ്ഞു നേരത്തെ കേസിൽ എന്താ, പാർട്ടിക്കിള് വേവിനോട് പാരലലായിട്ട് ട്രാവൽ ചെയ്യുന്നു. പക്ഷെ ഇവിടുത്തെ കേസിൽ എന്താ, പാർട്ടിക്കിള് വേവിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയുന്നു? ട്രാൻസ്വേഴ്സ് വേവ് എന്ന്. പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ ലംബമായി കമ്പനം ചെയ്യുന്നെങ്കിൽ അതിനെന്ത് പറയുന്നു? ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നു. അതായത് ഇതൊരു വേവ്, ഇതാണ് എന്ത്, ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നുണ്ടാവുക. കണ്ടോ, ഇവിടുത്തെ പാർട്ടിക്കിൾ എന്താ, വേവിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ, വേവ് ഇങ്ങോട്ടാ പോണത്, പാർട്ടിക്കിൾ എന്താ മുകളിലേക്ക് പോയി, പിന്നെ കുറച്ച് കഴിയുമ്പോൾ പാർട്ടിക്കിൾ താഴത്തേക്ക് പോകുന്നു, പിന്നെ പാർട്ടിക്കിൾസ് മുകളിൽ പോകുന്നു. അപ്പൊ എന്താ, പെർപെൻഡിക്കുലർ ആയിട്ട് ട്രാവൽ ചെയ്യുന്നു പാർട്ടിക്കിൾസ്. എന്തിനോട്? വേവിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് പാർട്ടിക്കിൾസ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയുന്നു? ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നു. എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നു. ട്രാൻസ്വേഴ്സ് വേവിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു കംപ്രഷനും റിഫ്രാക്ഷനും പറഞ്ഞല്ലേ, കംപ്രഷനും റിഫ്രാക്ഷനും പറഞ്ഞു. അതേപോലെ തന്നെ ട്രാൻസ്വേഴ്സ് വേവിൽ എന്തുണ്ട്? രണ്ട് സാധനങ്ങളുണ്ട്. എന്താണെന്ന് അറിയോ? ക്രസ്റ്റും ട്രഫും. എന്താണ്? ക്രസ്റ്റും ട്രഫും എന്ന് പറയുന്നു. അതായത് ഇതാണെന്ത്, ക്രസ്റ്റും, ഇതാണെന്ത്, ട്രഫും എന്ന് പറയുന്നുണ്ടാവുക. മനസ്സിലായോ? ക്രസ്റ്റും ട്രഫും എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് അപ്പർ പോർഷൻ എന്ത് പറയാം, നമുക്ക് ക്രസ്റ്റ് എന്നും പറയും. അതേപോലെ തന്നെ ഡൗൺ പോർഷൻ എന്ത് പറയാം, ട്രഫ് എന്നും പറയാം. അപ്പൊ നമ്മള് ക്രസ്റ്റും ട്രഫും എന്താന്ന് പറഞ്ഞു കേട്ടോ. മനസ്സിലായല്ലോ? അപ്പൊ നമ്മളിപ്പോ എന്താ, നമുക്കൊരു ഫ്ലോ ചാർട്ട് വരച്ചു നോക്കിയാലോ? ഫ്ലോ ചാർട്ട് വരക്കുമ്പോൾ നമുക്ക് ആദ്യം എന്താ, വേവ് അല്ലേ, വേവ്, then classified into എന്താ, electromagnetic wave and electromagnetic wave and ഇതെന്താ, മെക്കാനിക്കൽ വേവ് അല്ല. എന്താണ്? മെക്കാനിക്കൽ വേവ്. മെക്കാനിക്കൽ വേവ്, മെക്കാനിക്കൽ വേവ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തു. ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ നമുക്ക് എന്ത് ചെയ്യാം, ഗാമ റേ, യു വി റേ, എക്സ് റേ, വിസിബിൾ ലൈറ്റ് ഒക്കെ വേണ്ടിയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആൻഡ് ഓൾസോ മെക്കാനിക്കൽ വേവിനെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്താണ്? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറയാം, ഇതെന്താ, മെക്കാനിക്കൽ വേവിന് എന്ത് പറയാം, ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ് എന്നും ട്രാൻസ്വേഴ്സ് വേവ് എന്നും പറയാം. ട്രാൻസ്വേഴ്സ് വേവ് എന്നും പറയാം. ഓക്കെ, സെറ്റ് അല്ലേ? അയ്യോ, ഒരു അയ്യുണ്ട്. ഓക്കെ, ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ് എന്നും ട്രാൻസ്വേഴ്സ് വേവ് എന്നും പറയാം. ഓക്കെ, അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ ലോങ്റ്റിറ്റ്യൂഡിനൽ വേവും ട്രാൻസ്വേഴ്സ് വേവും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ലോങ്റ്റിറ്റ്യൂഡിനൽ വേവിൽ എന്തുണ്ട്, ക്രസ്റ്റും കംപ്രഷനും റിഫ്രാക്ഷനും ഉണ്ട്. ആൻഡ് ഓൾസോ കംപ്രസ്ഡ് ഏരിയന് എന്താ, പ്രഷർ കൂടിയ സ്ഥലം എന്നും റിഫ്രാക്ഷൻ എന്താ, പ്രഷർ കുറഞ്ഞ സ്ഥലം എന്നും പറയുന്നു. അതേപോലെ ട്രാൻസ്വേഴ്സ് വേവും ട്രാൻസ്വേഴ്സ് വേവിന്റെ കേസിലാണെങ്കിലോ നമുക്ക് ക്രസ്റ്റും ട്രഫും ഉണ്ടെന്ന് പറയാം. ക്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ക്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പർ പോർഷൻ ആയിട്ടുള്ള അവിടെ ഉണ്ടാവുന്ന പാർട്ടിക്കിൾസിന്റെ ഫോർമേഷൻ ആണ് എന്ത്, ക്രസ്റ്റ് എന്നും. അടിഭാഗത്ത് ഉണ്ടാവുന്ന പോർഷനാണ് എന്ത് പറയുന്നത്, ട്രഫ് എന്നും പറയുന്നത് കേട്ടോ. സെറ്റ് അല്ലേ? അപ്പൊ ക്രസ്റ്റും ട്രഫും നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ലോങ്റ്റിറ്റ്യൂഡിനൽ വേവും ട്രാൻസ്വേഴ്സ് വേവും മനസ്സിലായി. അപ്പൊ അത് ഓറിയന്റഡ് ആയിട്ട് നോക്കിയേ. പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്, അങ്ങനെ പറയുന്ന വേവിന് നമ്മൾ എന്ത് പറയും, ട്രാൻസ്വേഴ്സ് വേവ് എന്നല്ലേ. ട്രാൻസ്വേഴ്സ് വേവ്, ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നു. അതേസമയം കംപ്രഷനും റിഫ്രാക്ഷനും ആ ഫോംഡ് അത് ഏത് കേസിലാണ്, ഏത് കേസിലാണ്, നമ്മുടെ ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ് അല്ല. എന്താ, ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ്, ലോങ്റ്റിറ്റ്യൂഡിനൽ വേവിന്റെ കേസിലാന്ന് പറയും. പ്രഷർ വേരിയേഷൻ ഒക്കെ ഇൻ ദ മീഡിയം, പ്രഷർ വേരിയേഷൻ ഉണ്ടെന്ന് മിസ് പറഞ്ഞു. അത് എവിടെയാണ്, നമ്മുടെ ലോങ്റ്റിറ്റ്യൂഡിനൽ വേവിലല്ലേ. ലോങ്റ്റിറ്റ്യൂഡിനൽ വേവിന്റെ കേസിലാണ്. ക്രസ്റ്റും ട്രഫും ഫോം ചെയ്യുന്ന എവിടെയാ, നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവിൽ കേട്ടോ. ട്രാൻസ്വേഴ്സ് വേവ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാട്ടോ. ഓക്കെ, അടുത്തെന്താ, പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ആണ്.
പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം. പാരലൽ ടു ആണെങ്കിൽ അതെന്താ ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ് അല്ലേ, ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയാം. ആൻഡ് ഓൾസോ നോ പ്രഷർ വേരിയേഷൻ ഇൻ ദ മീഡിയം. ഒരു പ്രഷർ വേരിയേഷൻ ഇല്ലാത്ത വേവ് ഏതാ, നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവ് കേട്ടോ. എന്താ ട്രാൻസ്വേഴ്സ് വേവ്, മനസ്സിലായല്ലോ. അപ്പൊ ട്രാൻസ്വേഴ്സ് വേവും ലോങ്റ്റിറ്റ്യൂഡിനൽ വേവിന്റെ ഡിഫറൻസ് നമ്മൾ പഠിച്ചില്ലേ. ഇങ്ങനത്തെ ഒരു ബോക്സിലൊക്കെ ആക്കി നമുക്ക് എക്സാമിന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം, ലോങ്റ്റിറ്റ്യൂഡിനൽ വേവിന്റെ ഒരു ഡയറക്ഷനിൽ ഒരു ബോക്സിൽ, ട്രാൻസ്വേഴ്സ് വേവിന്റെ വേറെ ബോക്സിലായിട്ട് എഴുതണം കേട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ വേവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചല്ലേ. ഇനി ഈ വേവിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതായത് കുറച്ച് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങളെ കുറിച്ചുണ്ട്. അത് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കിയാലോ. അത് കാണിക്കാനാണ് മിസ് ഈ ഗ്രാഫ് വരച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് നോക്കിയേ, ഇത് നോക്കിയേ, ഇതാണ്ടോ, ഇതെന്ത് വേവ് ആണ്, ഇത് നമുക്ക് പറയാം ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയും അല്ലേ. ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഈ ട്രാൻസ്വേഴ്സ് വേവിന്റെ ഇത്രയും കണ്ടോ, ഇതാണ് എന്ത്, ഇതൊരു ക്രസ്റ്റും ഇതൊരു ട്രഫാന്ന് മിസ് പറഞ്ഞു. അങ്ങനെ വേറെ ക്രസ്റ്റും ട്രഫും ഉണ്ട്. ഇത് നോക്കിയേ, ഇതാണ് എന്ത്, അതിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അല്ലേ അത്, അല്ലേ, അതിന്റെ മാക്സിമം ആയതിയാണെന്ത്, മാക്സിമം അല്ല ആയതിയാണെന്ത്, ഇതല്ലേ. അപ്പൊ അതിനാണ് എന്ത് പറയാ, വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയണ്ടാവുക, ഡിനോട്ടഡ് ബൈ ലെറ്റർ എ. എന്താണ് ആ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്താണ്, ആംപ്ലിറ്റ്യൂഡ്. മനസ്സിലായല്ലോ. പിന്നെ അടുത്തത് എന്താണ്, നമ്മുടെ പീരീഡ്. എന്താണ് പീരീഡ്, മിസ് ഓൾറെഡി പറഞ്ഞു. ഒരു ടൈം ടേക്കൺ ഫോർ 1 ഓസിലേഷൻ. അതായത് ഈ ഒരു സെക്കൻഡിൽ ഇതാണെന്തോ ഒരു ഓസിലേഷൻ അല്ലേ, ഒരു ക്രിസ്റ്റും ട്രഫും ചേരുന്നതാണല്ലോ ഒരു ഓസിലേഷൻ. ഈ ഒരു ഓസിലേഷൻ എത്ര സമയം എടുത്തു, ആ സമയമാണ് എന്ത്, അതിന്റെ പീരീഡ് എന്ന് പറയുന്നുണ്ടാവുക. എന്താണ് പീരീഡ് എന്ന് പറയുന്നുണ്ടാവുക. അതെന്താ, ഇവിടുത്തെ കേസിൽ 1 സെക്കൻഡ് ആട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് നോക്കി, പീരീഡ് നോക്കി, ആംപ്ലിറ്റ്യൂഡ് ആയതേ നോക്കി, പീരീഡും നോക്കി അല്ലേ. ഇനി അടുത്തതായിട്ട് പഠിക്കാവുന്ന ഫ്രീക്വൻസി, ആവൃത്തി. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താ, മിസ് പറഞ്ഞല്ലേ, ഒരു സെക്കൻഡിൽ എത്ര നമ്പർ ഓഫ് ഓസിലേഷൻ എടുക്കുന്നുണ്ട്, അതാണ് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയാം. എന്താണ്, ഒരു സെക്കൻഡിൽ എത്ര ഫ്രീക്വൻസി എടുക്കുന്നുണ്ടോ അതാണ് അതിന്റെ, എത്ര നമ്പർ ഓഫ് ഓസിലേഷൻ എടുക്കുന്നുണ്ടോ അതാണ് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ ഇത് നോക്കിയേ, ഈ ഒരു സെക്കൻഡിൽ എത്ര ഫ്രീക്വൻസി എടുത്തു, ഒരു ഫ്രീക്വൻസി അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഫ്രീക്വൻസി ഈക്വൽ ടു എന്താ, 1 ഹെർട്സ്. മനസ്സിലായോ, സെറ്റ് അല്ലേ. അപ്പൊ ഫ്രീക്വൻസി പഠിച്ചു, ആംപ്ലിറ്റ്യൂഡ് പഠിച്ചു, പീരീഡ് പഠിച്ചു. ഇനി നാലാമത്തെ ഒരു ടേം ഉണ്ട്, അതാണ് അതിന്റെ വേവ് ലെങ്ത്. എന്താണ് വേവ് ലെങ്ത്, തരംഗ ദൈർഘ്യം. എന്താണ് തരംഗ ദൈർഘ്യം എന്ന് പറയുന്നു. അതായത് ഒന്നുമില്ല, ഒരു ക്രസ്റ്റും ഒരു ട്രഫും യോജിച്ച് അത്രയും ഡിസ്റ്റൻസ് ആണ് എന്ത്, വേവ് ലെങ്ത് എന്ന് പറയുന്നുണ്ടാവും. എന്താണ്, ഒരു ക്രസ്റ്റും ട്രഫും യോജിക്കുന്നതാണ് എന്ത്, വേവ് ലെങ്ത് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു പൊസിഷന്റെ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അടുത്ത പൊസിഷൻ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ, വേവ് ലെങ്ത് എന്ന് പറയാം. അതായത് ഇതിന്റെ ഒരു പൊസിഷനിൽ നിന്ന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെയിം പൊസിഷനിലേക്കുള്ള ദൂരം, അതാണ് എന്ത്, അതിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നുണ്ടാവുക. മനസ്സിലായോ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് പൊസിഷൻ പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഓഫ് പൊസിഷൻ, 2 കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയാ, വേവ് ലെങ്ത് എന്ന് പറയുന്നുണ്ടാവുക. ആൻഡ് ദ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താ, സ്പീഡ്. എന്താണ് സ്പീഡ് എന്ന് പറയുന്നത് എന്താ, ഒരു സെക്കൻഡിൽ എത്ര ദൂരം ആ വേവ് ട്രാവൽ ചെയ്തു അതിനെ പറയുന്നതാണ് എന്ത്, സ്പീഡ് എന്ന് പറയുന്നുണ്ടാവുക. എന്താണ്, ഒരു സെക്കൻഡിൽ എത്ര ദൂരം അത് ട്രാവൽ ചെയ്തു, ആ വേവ് ട്രാവൽ ചെയ്തു, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, സ്പീഡ് എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് നോക്കിയേ, അപ്പൊ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ് എന്ന് പറയുന്നുണ്ടാവുക എന്താ, ഒന്ന് നമുക്ക് പറയാം ആംപ്ലിറ്റ്യൂഡ്, പിന്നെന്താ പീരീഡ്. എന്താണ് പീരീഡ്. തേർഡ് വൺ എന്താ, ഫ്രീക്വൻസി. ഫോർത്ത് വൺ എന്താ,
വേവ് ലെങ്ത് കേട്ടോ. വേവ് ലെങ്ത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം? വേവ് ലെങ്ത്തിന് ഒരു സിമ്പിൾ ഉണ്ട്. നമ്മളിപ്പോൾ ആംപ്ലിറ്റ്യൂഡിന്റെ ഡിനോട്ടഡ് ബൈ എ, പീരിയഡ് ഡിനോട്ടഡ് ബൈ ടി, ഫ്രീക്വൻസി ഡിനോട്ടഡ് ബൈ എഫ് ആൻഡ് വേവ് ലെങ്ത് ഡിനോട്ടഡ് ബൈ ലാംഡ. ഇതിനെ പറയുന്നതാണ്, ഇറ്റ്സ് എ ഗ്രീക്ക് വേർഡ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ലാംഡ. വേവ് ലെങ്ത് ഡിനോട്ടഡ് ബൈ ലാംഡ ആൻഡ് ദ ലാസ്റ്റ് ടേം ഈസ് കോൾഡ് സ്പീഡ് ഓഫ് വേവ്. സ്പീഡ് ഓഫ് വേവ്, സ്പീഡ് ഓഫ് വേവ് എന്ന് പറയുന്നു. അതിനെന്ത് ഡിനോട്ട് ചെയ്യുന്നു? നമ്മുടെ വി ഡിനോട്ട് ചെയ്യുന്നു, സ്മോൾ ലെറ്റർ വി. സ്പീഡ് ഓഫ് വേവ് ഡിനോട്ടഡ് ബൈ ദ വേർഡ് ലെറ്റർ കോഡ് വി. ഓക്കെ, സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ആ വേവ് എത്ര ദൂരം ട്രാവൽ ചെയ്യുന്നു അതിനെയാണ് എന്ത് പറയാ? സ്പീഡ് എന്ന് പറയുന്നുണ്ടാവും കേട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ, സെറ്റ് ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ് നോക്കിട്ടോ. ഇനി ഇത് തമ്മിലുള്ള റിലേഷൻ ഉണ്ട്, റിലേഷൻ നോക്കാവേ. ഓക്കെ, ഇനി ഇത് തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് റിലേഷനെ കുറിച്ച്? ഈ സ്പീഡും വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും ഒക്കെ തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിക്കാൻ പോവുക. അപ്പോൾ ഫസ്റ്റ് റിലേഷൻ എന്താണെന്ന് അറിയോ? ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിലുള്ളതാണ്. ഫ്രീക്വൻസി വേവ് ലെങ്ത്തും, അതായത് ഫ്രീക്വൻസി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വേവ് ലെങ്ത്. അതായത് ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഫ്രീക്വൻസി കൂടിയാൽ വേവ് ലെങ്ത് കുറയുന്നു. മനസ്സിലായോ? അല്ലെങ്കിൽ തലതിരിച്ച്, വേവ് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി കുറയുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റിലേഷൻ നമ്മൾ നോക്കിയില്ലേ? ഫസ്റ്റ് റിലേഷൻ നോക്കി. ഇനി സെക്കൻഡ് റിലേഷൻ എന്താണെന്ന് അറിയോ? നമ്മുടെ സ്പീഡ് ഡിനോട്ടഡ് ബൈ വി അല്ലേ, വിയും ഫ്രീക്വൻസിയും ലാംഡയും തമ്മിലുള്ള റിലേഷനാണ്. എന്താണ്? സ്പീഡ് ഓഫ് വേവും ഫ്രീക്വൻസിയും ലാംഡയും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ നമുക്കറിയാം വി ഈക്വൽ ടു എഫ് ലാംഡ. എന്താണ്? വി ഈക്വൽ ടു എഫ് ലാംഡ. ഇതാണ് വേറൊരു റിലേഷൻ. എന്താണ്? സ്പീഡ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ ആണ് കേട്ടോ. ഓക്കെ, ഇത് ഓറിയൻ്റായിട്ട് എന്തായാലും പ്രോബ്ലംസ് ഒക്കെ വരും കേട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്സ് ഒക്കെ നോക്കി, അത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നോക്കി. ഇനി നമുക്ക് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിക്കാനുള്ള എന്താണെന്നറിയോ? റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. അതായത് സൗണ്ടിൻ്റെ പ്രതിപതനം. എന്താണ്? ശബ്ദത്തിൻ്റെ പ്രതിപതനത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ശബ്ദത്തിൻ്റെ പ്രതിപതനം. ശബ്ദത്തിൻ്റെ പ്രതിപതനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഇത്രേ ഉള്ളൂ. നമുക്കറിയാം സൗണ്ട് എന്ത് ചെയ്യുന്നു? ഒരു മീഡിയത്തിൽ തട്ടി തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ സൗണ്ടിനുണ്ട്. എന്താണ്? ഇതൊരു സർഫേസ് ആണെന്ന് വിചാരിക്കൂ. ഞാൻ ഇവിടെ നിന്ന് സൗണ്ട് എടുത്ത് അടിച്ചു. ഈ സൗണ്ട് എന്തേന്ന് പറയും? തിരിച്ച് അതേപോലെ തന്നെ തിരിച്ച് വന്ന് വീഴുന്നു. എന്താണ്? ഇത് ഞാൻ കൊടുത്ത സൗണ്ട് ഇൻപുട്ട് ഇതെന്ത് ചെയ്യുന്നു? ഒരു പർട്ടിക്കുലർ ലാംഗ്വേജിൽ ചെന്ന് തട്ടി തിരിച്ച് ഔട്ട്പുട്ടായിട്ട് വരുന്നു. മനസ്സിലായോ? അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ടും മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പം ഇതാണ് എന്ത്? റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് അഥവാ ശബ്ദത്തിൻ്റെ പ്രതിപതനം എന്ന് പറയുന്നുണ്ടാവും കേട്ടോ. സെറ്റ് അല്ലേ? അപ്പം റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്താണ് പ്രത്യേകത? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമുക്ക് സൗണ്ട് ചില കേസിൽ എന്താ നമുക്ക് നല്ല രീതിക്ക് കേൾക്കാൻ പറ്റും അല്ലേ? അപ്പം നമ്മൾ വിചാരിക്കും ഇപ്പോൾ സ്മൂത്ത് സർഫേസ് ആണ്, ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള, അപ്പം നമ്മുടെ മതിലൊക്കെ നല്ല സ്മൂത്ത് സർഫേസ് അല്ലേ? ആ സ്മൂത്ത് സർഫേസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? സൗണ്ട് നല്ല രീതിക്ക് റിഫ്ലക്റ്റ് ചെയ്യും കേട്ടോ. നല്ല സ്പീഡ്, നല്ല സുഖമായിട്ട് കേൾക്കാൻ പറ്റും. പക്ഷെ അതേസമയം നല്ല ഇങ്ങനെ കുറേ പരിപരുത്തൊരു സർഫേസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ? ഇതെന്ത് ചെയ്യും? തിരിച്ച് വരുമ്പോൾ അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യില്ല. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ മാറിയൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. റഫ് സർഫേസ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? നല്ല രീതിക്ക് റിഫ്ലക്ഷൻ നടക്കില്ല. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ സ്മൂത്ത് സർഫേസ് ആണെങ്കിൽ റിഫ്ലക്ഷൻ നല്ല രീതിക്ക് ഉണ്ടാവും. റഫ് സർഫേസ് ആണെങ്കിൽ റിഫ്ലക്ഷൻ നല്ല രീതിക്ക്, പ്രതിപതനം നല്ല രീതിക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നോക്കിയേ, when a sound wave hit hard and smooth surface, part of the sound energy bounce back towards the source. This is called a reflection. അതായത് സൗണ്ടിൻ്റെ ഒരു വസ്തുവിൽ പോയി തട്ടി തിരിച്ച് വരുന്ന അതിനെ പറയുന്നതാണ് എന്ത്? റിഫ്ലക്ഷൻ എന്ന് അല്ലെങ്കിൽ പ്രതിപതനം എന്ന് പറയുന്നുണ്ടാവും കേട്ടോ. സെറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ ചില ഓഡിറ്റോറിയങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഈ ഓഡിറ്റോറിയങ്ങളൊക്കെ എന്തായിരിക്കും എന്നറിയോ? നല്ല കർവ്ഡ് ഷേപ്പിലായിരിക്കും. അതെന്തുകൊണ്ടാണെന്നറിയോ? കർവ്ഡ് ഷേപ്പിലായിക്കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ
അടിപൊളിയായിട്ട് നടക്കും, അതായത് സൂപ്പറായിട്ട് നടക്കും റിഫ്ലക്ഷൻ. പക്ഷെ സർഫസ് ഒക്കെ റൗണ്ട് ഷേപ്പിൽ അല്ലാത്ത ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. കർവ്ഡ് ഷേപ്പ് ആണെങ്കിൽ നമുക്ക് ഇത്രയും കൂടി നല്ല രീതിക്ക് റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ അഥവാ ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനം, അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനം അഥവാ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, അതിനെക്കുറിച്ചാണ് പഠിക്കുന്നുണ്ടാവുക. അതായത് നമ്മളിപ്പോൾ ഒരു വസ്തുക്കളില്ലാത്ത, അതായത് ഒന്നുമില്ലാത്തൊരു റൂമെ ഒരു മെറ്റീരിയൽസും വെച്ചിട്ടില്ല, ഞാൻ ഹലോ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, എനിക്ക് ആ സൗണ്ട് പിന്നെയും കേൾക്കാൻ പറ്റും. അതായത് പിന്നെയും നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് ഇങ്ങനെ നല്ല രീതിക്ക് വന്ന് ഇങ്ങനെ പല സൗണ്ടിൽ തട്ടി 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 നമ്മുടെ ചെവിയിലേക്ക് വരുന്നു കേട്ടോ. അതിനെയാണ് ഇത് പറയാൻ എന്ത് സൗണ്ട് വേവ്സ് അല്ല മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. അതായത് നമ്മൾ വൺസ് ഹലോ എന്ന് പറയുമ്പോൾ ആ ഹലോ അവിടെ തട്ടി ഇവിടെ തട്ടി ഇങ്ങനെ തട്ടി 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 എന്ത് ചെയ്തു, നമുക്ക് പല സൈഡിൽ നിന്ന് എന്ത് ചെയ്യും ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും. അതിനെയാണ് നമുക്ക് എന്ത് പറയാം, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നുണ്ടാവുക. ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷന് ഒരു എക്സാമ്പിൾ ആണ് എന്ത്, എക്കോ എന്ന് പറയുന്നുണ്ടാവുക. എന്താണ് എക്കോ എന്ന് പറയുന്നുണ്ടാവുക? അപ്പൊ എക്കോ എന്താണെന്ന് അറിയോ? എക്കോ എന്ന് പറയണത് എന്താ, നമുക്ക് ഒരു സൗണ്ട്, നമ്മൾ എക്കോ പോയിന്റ് ഒക്കെ നിങ്ങൾ പോയിട്ടില്ലേ മൂന്നാറിലൊക്കെ ഉള്ള, അതായത് നമ്മൾ ഒരു സൗണ്ട് ഹലോ എന്ന് പറയുമ്പോൾ അത് പോയി ട്രാവൽ ചെയ്ത് നമുക്ക് ആ സൗണ്ട് എക്കോ, നമ്മൾ ഹലോ ആദ്യം കേൾക്കും, പുറകെ നമ്മൾ എന്ത് ചെയ്യുന്നു അടുത്ത സൗണ്ട് ഹലോവും കൂടി കേൾക്കുന്നു. അതായത് ഒരു സൗണ്ട് കേട്ട് അതിന്റെ പുറകെ അടുത്ത സൗണ്ട് വരുന്നു. നോക്കിയേ, എക്കോ ഇസ് ദ സൗണ്ട് ഹേർഡ് ആഫ്റ്റർ വൈൽ ഡ്യൂ ടു ദ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ഓഫ് ദ ഇനീഷ്യൽ സൗണ്ട്. ഇനീഷ്യൽ സൗണ്ട് പോയി തിരിച്ച അടുത്ത സൗണ്ട് നമ്മൾ ആ ഇനീഷ്യൽ സൗണ്ട് തന്നെ പിന്നെ ഒന്നും കൂടി കേൾക്കുന്നതിനാണ് എക്കോ എന്ന് പറയുന്നുണ്ടാവുക. ആൻഡ് ഓൾസോ ഈ എക്കോ എന്ന് പറഞ്ഞാൽ പ്രതിധ്വനിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 17 മീറ്റർ അകലെ നിന്നാൽ, ഞാനിപ്പോൾ സംസാരിക്കുന്നുണ്ട് 17 മീറ്റർ, അപ്പം എന്താ എക്കോ വന്നില്ലേ എന്ന് നമുക്ക് നോക്കാം. പക്ഷെ പറ്റില്ല. കാരണം എന്താ, എക്കോ വന്നെങ്കിൽ ഈ ഒരാൾ പോയി സൗണ്ട് ഉണ്ടാക്കി അത് 17 മീറ്റർ ട്രാവൽ ചെയ്ത് തിരിച്ചും 17 മീറ്റർ ട്രാവൽ ചെയ്ത് വരുമ്പോഴേ എക്കോ ഫോം ചെയ്യുള്ളൂ. അപ്പോൾ എക്കോയ്ക്ക് എന്തുണ്ട്, ഒരു മിനിമം ഡിസ്റ്റൻസ് ഉണ്ട് 17 മീറ്റർ. അത് ടോട്ടൽ 17.5 എന്ന് വേണമെങ്കിൽ പറയാം. ചില കേസിൽ 17.5 ആ ഒരു ഡിസ്റ്റൻസിൽ മാത്രം നിന്നാൽ മാത്രമേ നമുക്ക് എക്കോ കേൾക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നാലും എക്കോ കേൾക്കണ്ടേ? പക്ഷെ പറ്റില്ല. ആ സൗണ്ട് കേൾക്കണമെങ്കിൽ നമ്മൾ 17.5 ഡിസ്റ്റൻസ് മാറി നിൽക്കണം. എന്നാൽ മാത്രമേ അത് ട്രാവൽ ചെയ്ത് തിരിച്ച് നമ്മുടെ സൗണ്ടിലേക്ക് റീച്ചേഴ്സ് ദ ചെവിയിലേക്ക്, റീച്ചേഴ്സ് ദ ഇയറിലേക്ക് കേൾക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ എക്കോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ അതൊക്കെ ചോദിക്കാട്ടോ. പിന്നെ ഓരോ മീഡിയം മാറുന്നതനുസരിച്ച് നമുക്ക് സൗണ്ട് വേരിയേഷൻസും ഉണ്ടാകും. സ്റ്റിൽ എക്കോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്ത പഠിക്കാൻ പോണത് റീവർബറേഷൻ. എന്താണ് റീവർബറേഷൻ അഥവാ എന്താ നമുക്ക് പറയാൻ പറഞ്ഞത് അനുരണനം. എന്താണ് അനുരണനം? ഓക്കെ, reverberation is the lingering of the sound even after the original sound has ceased. It is due to the multiple reflection of sound and then the boom fade after away gradually. ഒരു ശബ്ദം ഉണ്ടായതിനു ശേഷം ആവർത്തന പ്രതിപതനത്തിന്റെ ഫലമായി ഉണ്ടാവുന്നതും കുറയുന്നതുമായ മുഴക്കമാണ് അനുരണനം എന്ന് പറയുന്നത്. അതായത് ഒരു സൗണ്ട് കേട്ടു, നമ്മൾ വേറെ ഇപ്പൊ ബാത്റൂമിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ വോയിസ് ആയിരിക്കില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് എന്തോ ഒരു മുഴക്കൊരു ബൂം സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും അല്ലേ? പതിയെ അതെന്തായി ഫീഡായി പോവുകയും ചെയ്യും. അങ്ങനത്തെ വേ ഓഫ് സൗണ്ടിന് എന്ത് പറയുന്നു? റീവർബറേഷൻ എന്ന് പറയുന്നു. എന്താണ് റീവർബറേഷൻ അഥവാ അനുരണനം എന്ന് പറയുന്നു. ഓക്കെ, അനുരണനം എന്താന്ന് മനസ്സിലായില്ല? റീവർബറേഷൻ. അപ്പൊ അതെന്താ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ മൂലം എന്ത് ചെയ്യുന്നു? സൗണ്ട് പതിയെ തിരിച്ച് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത സൗണ്ട് തിരിച്ച് കേൾക്കാൻ പറ്റും. പക്ഷെ അത് ക്ലിയർ ആയിരിക്കും എന്ന് വെച്ചാൽ ആണോ എന്ന് വെച്ചാൽ അല്ലായിരിക്കും. അതേപോലെ പതിയെ അത് ഫെയ്ഡായി പോവുകയും ചെയ്യും കേട്ടോ. അപ്പൊ റീവർബറേഷൻ എന്താന്ന് മനസ്സിലായല്ലോ? ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, സെറ്റ്. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നതെന്ന് അറിയോ? ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി. അപ്പൊ ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സൗണ്ടും കേൾക്കാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് എല്ലാ സൗണ്ടും കേൾക്കാൻ പറ്റില്ല. കാരണം എന്താ? നമുക്ക് കേൾക്കാനായിട്ട് പർട്ടിക്കുലർ ഹേർട്ട് ഫ്രീക്വൻസി ഉണ്ട്.
അതായത് നമുക്ക് ഒരു ഹ്യൂമൻ ഇയർ ക്യാൻ hear only the sound of frequency 20 hertz to 20k hertz അല്ലെങ്കിൽ എന്താ 20,000 ഹേർട്സ് വരെ കേൾക്കാൻ സൗണ്ട് നമുക്ക് പറ്റുള്ളൂ. ഇതിൽ കുറവോ ഇതിൽ കൂടുതലോ നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ ചില ആനിമൽസിന് എന്തുണ്ട്, ഈ 20,000 ഹേർട്സിന്റെ മുകളിലേക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. അങ്ങനത്തെ സൗണ്ടിന് നമ്മൾ എന്ത് പറയുന്നു? അൾട്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നു. എന്താണ്? 20,000 ഹേർട്സിന് മുകളിലേക്കുള്ള സൗണ്ട്സിന് നമ്മൾ എന്ത് പറയുന്നു? അൾട്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നു. ആൻഡ് ഓൾസോ ചില ആനിമൽസിനോ ഒക്കെ എന്താ, നമുക്ക് ഈ 20 ഹേർട്സിന് താഴെ മാത്രമേ സൗണ്ട് കേൾക്കാൻ പറ്റുള്ളൂ. എന്താണ്? 20 ഹേർട്സിന് താഴെ. അതായത് നമുക്ക് മറ്റേ പീജിയൻ, നമ്മുടെ പ്രാവിനൊക്കെ അതിന് താഴെയുള്ള സൗണ്ടേ കേൾക്കാൻ പറ്റുള്ളൂ. ആ സൗണ്ടിനാണ് എന്ത് പറയാ? ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയാം. എന്താണ്? ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നുണ്ടാവും കേട്ടോ. അപ്പൊ മനുഷ്യർക്ക് കേൾക്കണമെന്ന ആ സൗണ്ട് എന്താ? ഓഡിബിലിറ്റി ടു ഹ്യൂമൻ എന്താ? 20 ഹെർട്സ് ടു 20k ഹെർട്സ് ആണ്. ഇതിന് താഴെ 20,000 ഹെർട്സിന് താഴെ ഉള്ളതിന് എന്ത് പറയുന്ന? ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന്. 20 ഹെർട്സിന് താഴെ ഉള്ളതാണ് ഇൻഫ്രാസോണിക്. 20,000 ഹെർട്സിന് മുകളിലുള്ളത് എന്താ? അൾട്രാസോണിക് സൗണ്ട് കേട്ടോ. നമുക്കറിയാം നമ്മുടെ പട്ടിയൊക്കെ അത് ഡോഗ്സിനൊക്കെ ഒരു വിസിലുണ്ട്, ഗാൾട്ടൺ വിസിൽ എന്ന് പറയും. ആ ഗാൾട്ടൺ വിസിലിന് എത്ര ഹെർട്സ് ഫ്രീക്വൻസി ആണെന്നറിയോ? ഗാൾട്ടൺ വിസിലിന് എന്താണെന്നറിയോ? 30k ഹെർട്സ് ആണ് ഫ്രീക്വൻസി. കണ്ടോ, അത്രയും ഫ്രീക്വൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? നമ്മൾ ആ പട്ടികൾക്ക് ഊതണ ഇത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. കാരണം എന്താ? നമുക്ക് കേൾക്കാൻ പറ്റണ എത്രയാ? 20,000 കിലോ ഹെർട്സ് അല്ലേ? 20,000 ഹെർട്സ് ആണ്. പക്ഷെ അവരുടെ ആ ഗാൾട്ടൺ വിസിലിന്റെ ഫ്രീക്വൻസി എത്രയാ? 30k അല്ലേ? അപ്പൊ നമുക്കത് കേൾക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റൂ കേട്ടോ. ഓക്കെ, ഇനി ഈ അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്യാൻ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ ടു ക്രഷ് സ്മോൾ സ്റ്റോൺസ് ഇൻ ദ കിഡ്നിയിലൊക്കെ ഈ അൾട്രാസോണിക്, നമ്മളിപ്പോൾ കിഡ്നി സ്റ്റോൺസ് ഒക്കെ മാറ്റാൻ വേണ്ടി ഈ അൾട്രാസോണിക് വേവ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? കൊടുക്കണ്ടാവുക. കാരണം അതിന് ഹൈ ഫ്രീക്വൻസി ആല്ലേ. മിസ് പറഞ്ഞു 20,000 കിലോ ഹെർട്സിൻ്റെ 20,000 ഹെർട്സിന് മുകളിലുള്ളതിന് അൾട്രാസോണിക്സ് എന്നാണ് പറയേണ്ടാവുക. അപ്പോൾ ആ വേവ്സിന് എന്തായിരിക്കും? ഭയങ്കര ഫ്രീക്വൻസി കൂടുതലായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള കിഡ്നി സ്റ്റോൺസ് ഒക്കെ കരിയിച്ച് കളയാൻ പറ്റുന്നു. പിന്നെന്താ? ഇന്റേണൽ ഓർഗൻസിൻ്റെ ഒക്കെ ഇമേജ് നമുക്ക് കിട്ടും. നമുക്ക് ഈ വേവ് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഓൾസോ സ്പൈറൽ ട്യൂബ്സ്, ഇറഗുലർ മെഷീൻസ്, അതിലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സോനാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ? സോനാർ എന്ന് പറഞ്ഞാൽ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. അത് നമ്മളെ ഷിപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന കേട്ടോ. അണ്ടർഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ കട്ടിയുള്ള വസ്തുക്കളുണ്ടോ അതൊക്കെ അറിയാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അതെന്ത് ചെയ്യും? അത്രയും ഫ്രീക്വൻസി വേണമല്ലോ, എന്നാലേ അത് അത്രയും ദൂരം ട്രാവൽ ചെയ്യുള്ളൂ അടിയിലേക്ക്. അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യുന്ന ഏത് വേവാണ്? അൾട്രാസോണിക് വേവ് ആട്ടോ. എന്താണ്? അൾട്രാസോണിക് വേവാണ്. അപ്പോൾ നമുക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, മിസ് ഇപ്പോൾ പറഞ്ഞു ചില ഇതിനൊക്കെ നമ്മുടെ ഇൻഫ്രാസോണിക് എന്ന് പറഞ്ഞാൽ 20 ഹെർട്സിന് താഴെയുള്ളതാണ് ഇൻഫ്രാസോണിക് വേവ്സ് എന്ന് പറയുന്നുണ്ടാവുക. അവിടെയാണ് സീസ്മിക് വേവ്. നമ്മൾ ഇത് സുനാമി അങ്ങനെയൊക്കെ കേട്ടിട്ടില്ല, എർത്ത് സീസ്മിക് വേവ്. അതിനൊക്കെ എന്താ? ഫ്രീക്വൻസി കുറവായിരിക്കും, പക്ഷെ അതെന്താ? ഭയങ്കര ഡാമേജ് ആല്ലേ. അപ്പം നമുക്കറിയാം ചില ആനിമൽസും ബേർഡ്സൊക്കെ, എലിഫൻ്റ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഇങ്ങനത്തെ വേവ്സ് ഒക്കെ ഇതൊക്കെ വരുമ്പോഴേക്കും അവർ കിടന്ന് ഓടണമൊക്കെ പറയും. അപ്പം നമുക്കത് മനസ്സിലാവും, ഇവർ എന്തിനും കിടന്ന് ഓടണമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ എന്താ? അവർക്ക് അങ്ങനത്തെ വേവ്സ് കളക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം അതുമൂലം എന്ത് സംഭവിക്കുന്നു? അവരിങ്ങനെ ഓട്ടവും ബഹളവും ഒക്കെ ആയിരിക്കും. അപ്പം അത് കേട്ടും മനസ്സിലാകും, ഓക്കെ എന്തോ നെഗറ്റീവ് അടിക്കാൻ പോകണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസാസ്റ്റർ വരാൻ പോകുന്നുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കേസിലാണ്. അപ്പം എന്താ? അവിടെ ഇൻഫ്രാസോണിക് ആണ്.
അതായത് സീസ്മിക് വേവ് ഒക്കെ ഇതാണ് ഇൻഫ്രാസോണിക് ആണ്. അപ്പോൾ സീസ്മിക് വേവ് ഒക്കെ മൂലം എന്താ നമുക്ക് ഡേഞ്ചർ സംഭവിക്കും അല്ലേ, നമുക്ക് എന്താ ഒരു അപകടമൊക്കെ വരില്ലേ. സീസ്മിക് വേവ്സ് ആർ those which travel through earth crust as a result of earthquake, volcanic eruption and massive explosion. Seismology is the study of seismic wave and the intensity of earthquake is determined by the Richter scale. അപ്പോൾ സീസ്മിക് വേവ് എന്ന് പറഞ്ഞാൽ എന്താ, എർത്തിൻ്റെ ക്രസ്റ്റിൽ ഫോം ചെയ്യുന്ന സം കൈൻഡ് ഓഫ് വേവ് ആണ്. അതുമൂലം എന്താ എർത്ത് വോൾക്കാനിക് ഇറപ്ഷനും ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട് കേട്ടോ, ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സീസ്മിക് വേവ് എന്ത് കൈൻഡ് ഓഫ് വേവ് ആണ്, ഇൻഫ്രാസോണിക് വേവ്സ് ആണ്. അതായത് അതിൻ്റെ ഫ്രീക്വൻസി കുറവായിരിക്കും. അത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്താ, റിച്ചർ സ്കെയിലാണ്. അതേപോലെ തന്നെ earthquake that occurs on the bottom of the ocean or along the coastal area can sometimes trigger the tsunami. Tsunami is a series of gigantic ocean wave caused by the displacement of large volume of water in the sea. കണ്ടോ, earthquake എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ഓഷ്യൻ്റെ ബോട്ടത്തിൽ ഉണ്ടാകുന്ന സം കൈൻഡ് ഓഫ് ഡിസാസ്റ്റർ ആണ്. അവിടെ നിന്നാണ് നമുക്ക് അത് നമുക്ക് ഭൂമിയിലേക്ക് ഫുള്ളായിട്ട് ബാധിച്ച് അടിച്ച് പൊളിച്ച് അവരെ സൂപ്പറായിട്ട് അടിച്ചു പൊളിക്കും, നമ്മുടെ കുടുംബം നശിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താ നമ്മുടെ ഡിസാസ്റ്റർ ആണ്. അപ്പോൾ ആ കൈൻഡ് ഓഫ് ഡിസാസ്റ്ററിന് കാരണമായത് എന്താണ്, നമ്മളിപ്പോൾ പഠിച്ച കുറേ വേവ്സ് ഒക്കെ കാരണമാണ് കേട്ടോ. അപ്പോൾ ഇതോടെ നമ്മൾ എന്ത് ചെയ്തു, ഈ ചാപ്റ്ററിൻ്റെ വൈൻഡായി. അതായത് നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞു ഈ ചാപ്റ്റർ. സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതൊരു മിനി വേർഷൻ ആണെങ്കിൽ 1 ഷോട്ട് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് മിസ് എല്ലാ പോർഷൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല. ഈ ചാപ്റ്റർ ഫുള്ളുമേ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താ, നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ വേവ്സ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ 5 ക്യാരക്ടർ സ്കെച്ച് നമ്മൾ പഠിച്ചു. ആ ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. മിസ് അടിവരായിട്ട് പറയാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തായാലും നിങ്ങൾ പഠിക്കണം. ആൻഡ് ഓൾസോ അല്ലാത്ത ഈ സീസ്മിക് വേവ്, അൾട്രാസോണിക് വേവ്, ഇൻഫ്രാസോണിക്, പിന്നെ ലിമിറ്റേഷൻസ്, ഓഡിബിലിറ്റി, ഗാൾട്ടൺ വിസിലൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം കേട്ടോ വരാൻ. പഠിക്കോ അതോ പഠിക്കാണ്ട് പോകോ? ഇല്ല, നിങ്ങൾക്ക് ഈസി ആക്കാൻ വേണ്ടിയാട്ടോ മിസ് ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് സംസാരിച്ചത്. അപ്പം നിങ്ങളുടെ ഈസി വേയിലേക്ക് ആക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോ, കൂടെ മിസ്സും ഉണ്ടാകും. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ഓക്കെ ദെൻ ബൈ.